എൻ്റെ അടുത്ത് ഒരുപാട് പേര് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ്, സാറിൻ്റെ സ്പിരിച്വൽ മോർണിംഗ് റുട്ടീൻ എന്താണ്? ഞങ്ങൾക്ക് ഒരു മോർണിംഗ് റുട്ടീൻ, ഒരു പ്രഭാതത്തിൽ ചെയ്യേണ്ട കാര്യങ്ങൾ, നമ്മളുടെ ഓറയും എല്ലാം സ്ട്രെങ്തൻ ആവാനായി, നമ്മളുടെ ആ ഒരു ദിവസം തുടങ്ങാനായി എന്ത് ചെയ്യണം, എങ്ങനെ ചെയ്താലാണ് ഉത്തമമാവുക എന്നുള്ളത് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട്. നമ്മളുടെ ഓറയെ ശുദ്ധീകരിക്കാനും ശക്തിപ്പെടുത്താനും അതേപോലെ തന്നെ നമ്മളുടെ എനർജി ലെവൽ കൂട്ടാനും നമ്മളെ ഒരു നമ്മളുടെ ഒരു സ്പിരിച്വൽ യോദ്ധാവാക്കി മാറ്റാനും നമ്മളെ സഹായിക്കുന്ന ഒരു സ്പിരിച്വൽ യോദ്ധാവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കംപ്ലീറ്റ് പോസിറ്റിവിറ്റി മാത്രം അട്രാക്റ്റ് ചെയ്യുന്ന ഒരു വ്യക്തിയായി, നെഗറ്റിവിറ്റിക്കെതിരെയുള്ള യോദ്ധാവ്, നെഗറ്റീവ് എനർജി, നെഗറ്റീവ് കാര്യങ്ങൾ അതിനെതിരെയുള്ള ഒരു യോദ്ധാവായി നമ്മളെ പൂർണ്ണമായും ഒരു സ്പിരിച്വൽ നമ്മളുടെ ഒരു ചിട്ടപ്പെടുത്താൻ നമുക്കൊരു ദിവസവും ചെയ്യേണ്ട കാര്യങ്ങളൊന്ന് പറഞ്ഞു തരാമോ സാർ എന്ന് എനിക്ക് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ പല പ്രായത്തിലുള്ളവർ എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അതിന് ഒരു മറുപടിയാണ് ഈ വീഡിയോ പൂർണ്ണമായി കാണുന്നതോടുകൂടി ആ ചോദ്യത്തിനുള്ള വ്യക്തമായിട്ടുള്ള മറുപടി നിങ്ങൾക്ക് ലഭിക്കും. പൂർണ്ണമായി ആദ്യം തൊട്ട് അവസാനം വരെ കാണേണ്ടത് ഇമ്പോർട്ടൻ്റ് ആണ്. നമസ്കാരം, സത്സംഗ് വിത്ത് ഋഷിയിലേക്ക് സ്വാഗതം. നമുക്കറിയാം, ഈ വീഡിയോ കഴിവതും ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു വീഡിയോ ആണ്. ഒരുപാട് പേര് ഇത് കാത്തിരിക്കുന്നൊരു വീഡിയോ ആണ്. ഏറ്റവും കാത്തിരിക്കുന്ന വീഡിയോകളിലൊന്നായിരിക്കും ഇത്. ഒരു ദിവസം തുടങ്ങുന്നതാണ് ഒരു ദിവസം എങ്ങനെ അവസാനിക്കും എന്ന് തീരുമാനിക്കുന്നത്. ഒരു ദിവസം തുടങ്ങുമ്പോൾ തന്നെ നമ്മുടെ വീട്ടിൽ അടിയിട്ട് നമ്മൾ ഭയങ്കര ഡള്ളായിട്ട് എണീറ്റ് ഒരു റുട്ടീനും ചെയ്യാതെ വെറുതെ എണീറ്റ് പോകുമ്പോൾ തന്നെ ആ ദിവസം ഫുൾ അങ്ങനെ തന്നെ ആയിരിക്കും, ഇല്ലേ? നമ്മൾ അതിരാവിലെ എഴുന്നേറ്റ് നമ്മൾ ആ ഒരു വൈബ് ക്രിയേറ്റ് ചെയ്യേണ്ടത്, ആ ഒരു എനർജൈസ് ചെയ്യേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതാണ് നമ്മൾ രാവിലെ ഒരു വണ്ടിക്ക് പെട്രോൾ അടിക്കുന്ന പോലെയാണ്, അല്ലെങ്കിൽ ചാർജ് ചെയ്യുന്ന പോലെയാണ്. ഈ ചാർജ് ഇല്ലെങ്കിൽ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കില്ല. നമുക്ക് ഭയങ്കര ഡള്ളാവും, നമ്മൾ ഭയങ്കര ഡ്രെയിൻഡ് ആവും. നമ്മൾ എത്രയോ വ്യക്തികളെ കാണുന്നതാണ് ദിവസം, പലതരത്തിലുള്ള വ്യക്തികളെ, പല നെഗറ്റീവായിട്ടുള്ള വ്യക്തികളെ, പോസിറ്റീവായിട്ടുള്ള വ്യക്തികളെ, ഒരുപാട് നമ്മളടുത്ത് ജലസായിട്ടുള്ള വ്യക്തികളെ, പല വ്യക്തികളെ. അപ്പോൾ ഇതിനെല്ലാം നേരിടണമെങ്കിൽ നമ്മുടെ മോർണിംഗ് റുട്ടീൻ കറക്റ്റായിരിക്കണം. നമ്മുടെ മോർണിംഗ് റുട്ടീനാണ് നമ്മളുടെ എല്ലാത്തിൻ്റെയും ആധാരം എന്ന് പറയുന്നത്, മറ്റൊന്നുമല്ല. നമ്മുടെ മോർണിംഗ് റുട്ടീനാണ് നമുക്ക് ഡിവൈനുമായിട്ട് കണക്ട് ചെയ്യാൻ ഏറ്റവും നല്ല സമയം. കാരണം ആ സമയത്ത് നമ്മൾ ഫ്രഷായിരിക്കും. നമ്മുടെ മൈൻഡ് കമ്പാരിറ്റീവ്ലി ബാക്കി സമയങ്ങൾ വെച്ച് നോക്കുകയാണെങ്കിൽ ഫ്രഷായിരിക്കും. അപ്പോൾ എന്താണ് നമ്മൾ മോർണിംഗ് റുട്ടീനിൽ ചെയ്യേണ്ടത് എന്നുള്ളതാണ് പറയുന്നത്. ആദ്യം നമ്മൾ എഴുന്നേറ്റ് കഴിഞ്ഞ ഉടനെ തന്നെ മുഖം, കാല്, കൈ തണുത്ത വെള്ളത്തിൽ കഴുകാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് ആരോഗ്യപരമായിട്ടുള്ള കാരണങ്ങളാൽ ചിലവർക്ക് തണുത്ത വെള്ളത്തിൽ കഴുകാൻ സാധിക്കില്ല, ഒരു പ്രശ്നവുമില്ല. ചിലവർക്ക് ഈ രാവിലെ എണീറ്റ് നടന്നു പോകാനും സാധിക്കത്തില്ലായിരിക്കും, അതും കുഴപ്പമില്ല. പക്ഷെ നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ തണുത്ത വെള്ളത്തിൽ അല്ലെങ്കിൽ ഇളം ചൂടുവെള്ളത്തിൽ കാലും മുഖവും കഴുകുക. തണുത്ത വെള്ളത്തിൽ കഴുകുന്നതാണ് ഏറ്റവും ഉത്തമം. മുഖം, കാല്, കൈകൾ. ഇത് ചെയ്തതിന് ശേഷം നിങ്ങൾ ബെഡിലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും പവർഫുൾ ആണെന്ന് തോന്നുന്ന സ്പേസ്, ബെഡിലോ എന്ന് ഞാൻ പറഞ്ഞ കാര്യം ചിലപ്പോൾ എല്ലാവർക്കും ഞാൻ ഈ പറഞ്ഞ പോലെ ഒരു പവർഫുൾ സ്പേസ് വീട്ടിൽ കണ്ടെത്താൻ പറ്റിയെന്ന് വരില്ല. എല്ലാവർക്കും പൂജാ റൂമൊന്നും ഉണ്ടായെന്ന് വരില്ല, എല്ലാവർക്കും നിസ്കാരമുറി ഉണ്ടായെന്ന് വരില്ല, എല്ലാവർക്കും അങ്ങനെ ഒരു ടെറസോ ഒന്നും ഉണ്ടായെന്ന് വരില്ല. അതുകൊണ്ടാണ് നിങ്ങൾക്കൊന്നും ഇല്ലെങ്കിൽ ബെഡിനകത്ത് തന്നെ വന്നിരിക്കാം. അത് വന്നിരുന്നതിന് ശേഷം നിങ്ങൾ കുറച്ച് നേരം ഡീപ്പായിട്ടുള്ള ബ്രീതിങ്. എങ്ങനെയാണ്? ശ്വാസം ഉള്ളിലേക്ക് മൂക്കിലൂടെ എടുക്കുക, വായിലൂടെ പുറത്തേക്ക് വിടുക. അതായത് ഇങ്ങനെ കുറച്ച് നേരം ചെയ്യും. വളരെ സാവധാനം, വളരെ സ്പീഡിൽ ചെയ്യരുത്. വളരെ സാവധാനം റിലാക്സ്ഡ് ആയിട്ടിരുന്നിട്ടാണ് ചെയ്യേണ്ടത്. അങ്ങനെ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നിങ്ങളൊന്ന് കാമാവുമ്പോൾ നിങ്ങൾ സാധാരണ ശ്വാസത്തിലേക്ക് വന്നിട്ട് നിങ്ങൾ വീണ്ടും സാധാരണ ശ്വാസത്തിലേക്ക് വരിക, കുറച്ച് നേരം ഇരിക്കുക. എന്നിട്ട് വീണ്ടും ഈ ബ്രീതിങ് തുടരും. ബ്രീതിങ് തുടരുമ്പോൾ ഈ ബ്രീതിങ് ചെയ്യുമ്പോൾ നിങ്ങളൊരു ഗോൾഡൻ ലൈറ്റ് ഇൻഹെയിൽ ചെയ്യുന്നതായിട്ട് വിചാരിക്കുക. ഒരു സ്വർണ്ണപ്രകാശം ഇൻഹെയിൽ ചെയ്യുന്നു. ആ സ്വർണ്ണപ്രകാശം ശരീരം മുഴുവൻ ഹീലാക്കുന്നു, ക്ലെൻസ് ചെയ്യുന്നു, എന്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് വിചാരിക്കും പോസിറ്റീവായിട്ട്. എന്നിട്ട് എക്സെയിൽ ചെയ്യുമ്പോൾ ഒരു കറുത്ത ചാരപ്പുക പോകുന്നതായിട്ട് വിചാരിക്കുക. ഈ ചാരപ്പുക നമ്മുടെ ഉള്ളിലുള്ള നെഗറ്റിവിറ്റിയാണെന്ന് വിചാരിക്കുക. അത് പോകുന്നു, എന്നേക്കുമായി പോകുന്നു.
ശ്വാസം ഉള്ളിലേക്ക് എടുക്കുമ്പോൾ സ്വർണ്ണപ്രകാശം, ദൈവികമായിട്ടുള്ള ഊർജ്ജം, അത് നമ്മളെ ക്ലെൻസ് ചെയ്ത് നമ്മുടെ ഉള്ളിലുള്ള നെഗറ്റീവിനെ പുറത്തേക്ക് വിടുന്നു. ചാരനിറത്തിലുള്ള ഒരു പ്രകാശം പുറത്തേക്ക് പോകുന്നതായി വിചാരിക്കാം. ഇത് കുറച്ച് നേരം എത്ര തവണയാണോ നിങ്ങൾക്ക് ചെയ്യാൻ ഇഷ്ടം അത്രയും തവണ ചെയ്യാം. അതിനുശേഷം ഡിവൈനെ ഒന്ന് കണക്ട് ചെയ്യുക. കണക്ട് ചെയ്തിട്ട് നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടപ്പെട്ട ഡിവൈൻ ഫോമുമായിട്ട് ജസ്റ്റ് ഒന്ന് സംസാരിച്ചിട്ട് നിങ്ങൾ നന്ദി പറയുക. നിങ്ങൾക്ക് ലൈഫിൽ എന്തൊക്കെ കാര്യങ്ങൾ യഥാർത്ഥത്തിൽ നന്ദി പറയാനാണ്. അല്ലാതെ നമ്മൾ ലോ ഓഫ് അട്രാക്ഷനിൽ പറയുന്ന പോലെ എനിക്ക് വീട് ലഭിച്ചതിന് നന്ദി, ആ ഒരു നന്ദിയല്ല ഞാൻ ഉദ്ദേശിച്ചത്. നമ്മുടെ ലൈഫിൽ എല്ലാവർക്കും ഓരോരോ കാര്യങ്ങൾ ഉണ്ടാവില്ലേ. നന്ദി പറയാനായിട്ട് ഒരു കാരണവും ഇല്ലാത്ത ഒരു മനുഷ്യനുണ്ടാവില്ല. ഒന്നുമില്ലെങ്കിൽ അവന് ആരോഗ്യം ഉണ്ടാവും, അവന് കണ്ണ് കാണാൻ പറ്റുന്നുണ്ടാവും, ചെവി കേൾക്കാൻ പറ്റുന്നുണ്ടാവും, പല പല കാര്യങ്ങളുണ്ടാവും അല്ലേ. അപ്പോൾ എന്തൊക്കെയാണോ നന്ദി പറയാനുള്ളത് ലൈഫിൽ ഡിവൈൻ്റെ സപ്പോർട്ട് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതിന് ഓരോ കാര്യങ്ങൾ, ചെറിയ ചെറിയ കാര്യങ്ങളായാലും മതി, ആ നന്ദിയുള്ള കാര്യങ്ങളൊന്ന് എടുത്ത് പറയുക. താങ്ക് യു നെഞ്ചിൽ തൊട്ട് പറഞ്ഞാൽ അത്രയും നല്ലത്. ഒരു കൈ നെഞ്ചിൽ തൊട്ടിട്ട് പറയാം, താങ്ക് യു ഹൃദയത്തിൽ നിന്നൊന്ന് പറഞ്ഞു നോക്കി. ഈ താങ്ക് യു എന്ന് പറയുമ്പോൾ എല്ലാവർക്കും കണക്റ്റ് ആവണമെന്ന്, നന്ദി എന്ന് പറയുമ്പോഴായിരിക്കും കണക്ട് ചെയ്യുന്നത്. അപ്പോൾ നന്ദി ദൈവമേ എന്ന് പറയുമ്പോഴായിരിക്കും ചിലർക്ക് കണക്ട് ചെയ്യുന്നത്. നന്ദി കൃഷ്ണ, താങ്ക് യു കൃഷ്ണ, താങ്ക് യു അല്ലാ, ഏതാണോ താങ്ക് യു ജീസസ്. അപ്പോൾ ഏതാണോ നിങ്ങൾക്ക് കണക്റ്റ് ആവുന്നത് ആ ഒരു പേര് പറയുക. ഗ്രാറ്റിറ്റ്യൂഡ് ഇസ് ദ ബെസ്റ്റ് ആറ്റിറ്റ്യൂഡ് എന്നാണ്. ഗ്രാറ്റിറ്റ്യൂഡ് എവിടെയുണ്ടോ അവിടെ നിറവുണ്ടാവും, അവിടെ അനുഗ്രഹം വന്നു ചേരും, സംശയമില്ല. അപ്പോൾ ഈ ഗ്രാറ്റിറ്റ്യൂഡ് വളരെ ഈ ഇരുന്ന് ചെയ്യേണ്ട വളരെ സിമ്പിളല്ലേ, ഒന്നുമില്ലല്ലോ, വളരെ സിമ്പിളായിട്ടുള്ളൊരു കാര്യമല്ലേ ഞാനിപ്പോൾ പറയുന്നത്. അപ്പോൾ ഇത് ചെയ്യുക. ഈ ഗ്രാറ്റിറ്റ്യൂഡ് പറഞ്ഞു കഴിയുമ്പോൾ നമ്മുടെ മൈൻഡ് ഒന്ന് കൂടുതൽ കാമാവും. ഈ കൂടുതൽ കാമാകുന്ന സമയത്ത് നമ്മളൊരു മന്ത്രം ചാൻറ്റ് ചെയ്യുക. മന്ത്രം എന്ന് പറയുമ്പോൾ ഒരു പർട്ടിക്കുലർ മതത്തിൻ്റെതല്ല. നിങ്ങൾ ഏത് മതത്തിലാണോ വിശ്വസിക്കുന്നത് ആ മതത്തിൻ്റെ, നിങ്ങൾ ഏത് ദൈവത്തിലാണോ വിശ്വസിക്കുന്നത് ആ ദൈവത്തിൻ്റെ ജപം ചെയ്യുക. നിങ്ങൾ ഒരു ദൈവത്തിലും വിശ്വസിക്കാത്ത ഒരാളാണെങ്കിലോ നിങ്ങൾക്ക് അഫർമേഷൻസ് ചെയ്യാം. എക്സാമ്പിൾ, ഓം നമഃ ശിവായ എന്ന് ഒരു ഹിന്ദുവിന് ചെയ്യാം. അങ്ങനെ ഇഷ്ടംപോലെ മന്ത്രങ്ങളില്ലേ അല്ലേ. അല്ലാഹു മുസ്ലിമിന് ചെയ്യാം. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി ഒരു ക്രിസ്ത്യാനിക്ക് ചെയ്യാം. ഐ ആം പവർഫുൾ, ഐ ആം ഹാപ്പി. ദൈവത്തിൽ വിശ്വസിക്കാത്തവർക്ക് ഇതും ചെയ്യാം, അഫർമേഷൻസ് അല്ലേ. അപ്പോൾ എന്തെങ്കിലും ഒരു ജപം തുടർച്ചയായിട്ട് ചെയ്തുകൊണ്ടിരിക്കുക. തുടർച്ചയായിട്ട് ഈ ഒരു ജപം മാറ്റരുത് നിങ്ങൾ. ഇത് തന്നെ ആയിരിക്കും. ഈ ജപം നാട്ടുകാരെടുത്ത് പോയി എഴുന്നള്ളിക്കരുതെന്ന് പറയില്ലേ പ്രാദേശിക ഭാഷയിൽ, അത് ചെയ്യാതിരിക്കുക. എല്ലാവരുടെ അടുത്തും പോയി പറയാതിരിക്കുക. നിങ്ങളുടെ ഉള്ളിൽ അടക്കം ചെയ്ത് വെച്ചേക്കുക. ഈ സാധനത്തിന് നിങ്ങളുടെ ഉള്ളിൽ അടക്കി വെച്ചേക്കുക. നിങ്ങളുടെ ഉള്ളിൽ രഹസ്യമായിട്ട് സൂക്ഷിക്കുക. അപ്പോൾ ഈ ജപം കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുക. ജപിച്ച് വായ തുറന്ന് ജപിക്കുന്നതാണ് നല്ലത്. ഒരു വിസ്പറായിട്ട് അല്ലെങ്കിൽ ഉറക്കെ ജപിക്കുക. ഓം നമഃ ശിവായ, നമഃ ശിവായ, നമഃ ശിവായ. ഉറക്കെ ജപിക്കുന്ന സമയത്ത് ആൾക്കാർ കേൾക്കുമായിരിക്കും, അതൊന്നും കുഴപ്പമില്ല, അതൊന്നും പ്രശ്നമില്ല. നിങ്ങളായിട്ട് ചെന്ന് പറയാതിരുന്നാൽ മതി, ഞാൻ ഇതിനു വേണ്ടി ഒരു കാര്യം ചെയ്യുന്നുണ്ട് എല്ലാ ദിവസവും, അങ്ങനെയൊന്നും പറയാതിരിക്കുക. കേട്ട് കഴിഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല, നമ്മൾ മൈൻഡ് ചെയ്യാൻ നിൽക്കണ്ട. അപ്പോൾ അത് നമ്മൾ ചെയ്യുക. രഹസ്യത്തിൽ മൈൻഡിൽ ചെയ്യാൻ കഴിയുന്ന ചില ആൾക്കാരുണ്ട്, അങ്ങനെയുള്ളവർക്ക് അങ്ങനെ ചെയ്യാം. തുടക്കത്തിൽ അങ്ങനെ മനസ്സിൽ ജപിക്കാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ മനസ്സിൽ ജപിക്കാൻ പറ്റുന്ന ഉണ്ടെങ്കിൽ അങ്ങനെ ജപിക്കാം. സ്പിരിച്വലായിട്ട് കുറച്ച് അഡ്വാൻസ് ആയവർക്കായിരിക്കും മനസ്സിൽ ജപിക്കാൻ പറ്റുക. അപ്പോൾ മനസ്സിൽ ജപിക്കാൻ നിങ്ങൾക്ക് പറ്റുന്നുണ്ടെങ്കിൽ മനസ്സിൽ ജപിക്കുക. ഇത് ഞാനിപ്പോൾ ഈ പറയുന്ന വീഡിയോ എല്ലാവർക്കും വേണ്ടിയുള്ളതാണ്, അതുകൊണ്ടാണ് ഞാൻ പൊതുവായിട്ടുള്ള കാര്യങ്ങൾ പറയുന്നത്. അപ്പോൾ അങ്ങനെ ചെയ്യുക. അടുത്തത് നേച്ചറുമായിട്ട്, പ്രകൃതിയായിട്ട് കണക്ട് ചെയ്യുക എന്നുള്ളതാണ്. അതിനായിട്ട് നമ്മൾ എല്ലാ ദിവസവും രാവിലെ കുറച്ചൊന്ന് പുറത്തിറങ്ങുക. നിങ്ങൾ എവിടെയെങ്കിലും പോകണോ, അമ്പലത്തിൽ പോകണോ, പള്ളിയിൽ പോകണോ എന്നല്ല ഞാൻ പറയുന്നു. നിങ്ങൾ വീട്ടിൻ്റെ വെളിയിലൊന്ന് ഇറങ്ങും. വീട്ടിൽ നിങ്ങൾക്കൊരു മുറ്റുണ്ടാവും. ചിലപ്പോൾ ഒരു ഫ്ലാറ്റിൽ താമസിക്കുന്നവരാണെങ്കിൽ തൊട്ടടുത്തൊരു പാർക്കോ എന്തെങ്കിലും ഉണ്ടാവും, വഴിയെങ്കിലും ഉണ്ടാവും അല്ലേ. അതിലൂടെ ഒന്ന് നടക്കുക കുറച്ച് നേരം. ഒരു 10 മിനിറ്റ് ആയാലും മതി. 10 മിനിറ്റ് നിങ്ങൾക്ക് സമയം ഉണ്ടാവില്ലേ? ഉണ്ടാവും. അതിനനുസരിച്ച് എഴുന്നേക്കാം. അപ്പോൾ സൂര്യപ്രകാശം തട്ടണം. ഇപ്പോൾ സൂര്യപ്രകാശം തട്ടാത്ത ചില സ്ഥലങ്ങളുണ്ട്, അതൊന്നും കുഴപ്പമില്ല. നിങ്ങൾ ആ ഒരു നേച്ചറിലൂടെ നടക്കുക. സൂര്യപ്രകാശം തട്ടുമ്പോൾ അത് ഭയങ്കര നല്ലതാണ്. ആ ഒരു സമയത്ത് രാവിലത്തെ ഏത് സമയം എണീക്കണം എന്നുള്ളത് ഞാൻ പറയുന്നില്ല. ബ്രഹ്മമുഹൂർത്തത്തിൽ എഴുന്നേക്കാനൊന്നും ഞാൻ പറയുന്നില്ല, കമ്പൽ ചെയ്ത്. നിങ്ങൾക്ക് പറ്റുന്ന എപ്പോഴാണോ നിങ്ങൾ രാവിലെ എന്നുള്ള നിങ്ങളുടെ കംഫർട്ടബിൾ ടൈമിൽ എഴുന്നേക്കും. ബ്രഹ്മമുഹൂർത്തത്തിൽ എഴുന്നേക്കാൻ പറ്റിയ ഏറ്റവും ബെസ്റ്റാണ്. പക്ഷേ എല്ലാവർക്കും അത് സാധിക്കണമെന്നില്ല. അപ്പോൾ നേച്ചറുമായിട്ട് ടൈം സ്പെൻഡ് ചെയ്യുക. നിങ്ങൾ ചെടിയൊക്കെ ഉണ്ടെങ്കിൽ വീട്ടിൽ ചെടിക്ക് കുറച്ച് വെള്ളം ഒഴിക്കുക. ചെടിയൊക്കെ ആയിട്ടൊന്ന് സംവദിക്കുക. അല്ലെങ്കിൽ എന്താ പറയുക, പുറത്ത് ഇറങ്ങി നടക്കുമ്പോൾ നിങ്ങൾ ആ ഒരു ഫീലോടുകൂടി, ഫോൺ എന്ന് പറഞ്ഞ സാധനമില്ല. ഇത്രയും പറഞ്ഞതിൽ ഞാൻ ഫോൺ എന്ന് പറഞ്ഞ സാധനമേ ഇല്ല. അത് നിങ്ങൾ കൊണ്ടുപോയി ചെയ്യരുത്. വേണമെങ്കിൽ പോക്കറ്റിൽ വെക്കാം ഫോൺ, പക്ഷേ സൈലൻ്റ് ആയിരിക്കണം.
അല്ലെങ്കിൽ സ്വിച്ച്ഡ് ഓഫ് ആയിരിക്കണം. ഒരിക്കലും നിങ്ങളിത് ചെയ്യുമ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ഫോൺ യൂസ് ചെയ്യാൻ പാടില്ല. അത് ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ ഫോണിൽ വെച്ചിട്ടുള്ള ഗ്രാറ്റിറ്റ്യൂഡ് അഫർമേഷൻസ് ഒന്നും നോക്കി ചെയ്യേണ്ട, നിങ്ങൾ ബുക്കിൽ എഴുതി ചെയ്യാം. ഫോൺ എന്ന് പറഞ്ഞ സാധനം ഇതുവരെ എടുക്കരുത്. ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് മാത്രം എടുക്കുക. അപ്പോൾ ഗാർഡൻ ടൈം സ്പെൻഡിങ്, നടത്തം. നിങ്ങൾക്ക് എക്സസൈസ് ചെയ്യുന്നവരാണെങ്കിൽ ഒന്ന് കുറച്ച് എക്സസൈസ് ചെയ്യാൻ, ഞാനതൊന്നും പറയുന്നില്ല ഞാൻ ഈ വീഡിയോയിൽ, കാരണം എല്ലാവർക്കും അത് ഇന്നത്തെ കാലത്ത് ഒരു ഫാസ്റ്റ് പേസ്ഡ് വേൾഡിൽ എല്ലാവർക്കും രാവിലെ തന്നെ ചെയ്യാൻ പറ്റുമെന്ന് ഒരു എന്താ പറയുക നിർബന്ധിക്കാൻ പറ്റില്ല. അപ്പോൾ നിങ്ങൾക്ക് പറ്റുന്നവരാണെങ്കിൽ അത് ചെയ്യുക, ആ സമയത്ത് തന്നെ അത് ചെയ്യാം. അത്രയും ഒന്ന് ചെയ്യുക. നിങ്ങൾക്ക് എല്ലാ ദിവസവും ഇത് ചെയ്യുകയാണെങ്കിൽ വളരെ നല്ലതാണ്, വളരെ ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാവും. ആഴ്ചയിൽ ഒരു ദിവസം പറ്റുമെങ്കിൽ നിങ്ങൾ ജസ്റ്റ് കുറച്ച് കല്ലുപ്പ് ഒന്ന് കലക്കിയിട്ട് ദേഹത്തൊന്ന് കുടയുക, എന്നിട്ട് കുളിക്കുക. ആഴ്ചയിൽ ഒരു ദിവസം കല്ലുപ്പ് കലക്കി വെള്ളം ഒന്ന് കുടയുക ശരീരം മുഴുവൻ, എന്നിട്ട് സാധാരണ പോലെ കുളിക്കുക. അലർജിയൊക്കെ ഉണ്ടോ എന്നൊക്കെ നോക്കിയിട്ട് വേണം ഇത് ചെയ്യാൻ എല്ലാവർക്കും. അപ്പോൾ ഇതൊന്നും ഒരു ഈ കല്ലുപ്പിൻ്റെ കാര്യങ്ങളൊന്നും നിങ്ങളുടെ ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങൾ ചെക്ക് ചെയ്തിട്ട് വേണം ചെയ്യാൻ. ചിലവർക്കൊക്കെ അലർജി ഉണ്ടാവും. അപ്പോൾ ഇതൊന്ന് ചെയ്യുക. വീട്ടിലെല്ലായിടത്തും ഒരു ഉപ്പിൻ്റെ ഞാനത് പറഞ്ഞിട്ടുണ്ട്, വീഡിയോ ഇട്ടിട്ടുണ്ട്, ഒരു ഉപ്പിൻ്റെ ഒരു പോട്ട് വെക്കുക എല്ലാ റൂമിലും, ആഴ്ചയിലൊന്ന് മാറ്റുക, ഒന്ന് ചെയ്ത് നോക്കുക. ഇത്രയും ഒന്ന് ചെയ്യുക. ഇത് വളരെ സിമ്പിളായിട്ടുള്ളത്, എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നതല്ലേ. എന്തെങ്കിലും പാടുള്ള എന്തെങ്കിലും ഞാനത് പറഞ്ഞിട്ടുണ്ടോ? നിങ്ങളിത് ചെയ്യുന്നത് വഴി 21 ദിവസം കൊണ്ട് നിങ്ങൾ വേറൊരു വ്യക്തിയായിരിക്കും. അതായത് വേറൊരു പോസിറ്റീവായിട്ടുള്ളൊരു വ്യക്തിയായി മാറും. വേറൊരു വ്യക്തി ആയിരിക്കും എന്നുള്ളതിൽ സംശയമില്ല. വേറൊരു പരിവർത്തനപ്പെട്ട ഒരു വ്യക്തിയായി മാറും. അത് ഒരുപാട് പേർക്ക് തെളിഞ്ഞിട്ടുള്ളതാണ്. എൻ്റെ അടുത്ത് വരുന്ന കോഴ്സിനും എല്ലാം പങ്കെടുക്കുന്നവർക്ക് പറഞ്ഞു കൊടുക്കാറുള്ളതാണത്. അപ്പോൾ ഇതൊന്ന് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് വിശ്വാസമില്ലെങ്കിലും ഇതൊന്ന് 21 ദിവസം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതെന്തെങ്കിലും ചിലവുള്ള കാര്യമാണോ? അല്ലല്ലോ. ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഉണ്ടാകുന്ന ആ ഒരു പോസിറ്റിവിറ്റി നിങ്ങൾ തന്നെ എന്നെ ഫോൺ വിളിച്ച് പറയും. അതിൽ യാതൊരു സംശയമില്ല. നിങ്ങൾക്ക് എഴുതി തരാം. ഉറപ്പായിട്ടും ഇത് നിങ്ങൾക്ക് വർക്കാവും. എല്ലാവരും ഇത് ചെയ്യുക. ഈ നാളെ തൊട്ട് തന്നെ ചെയ്യുക. ഇന്ന് തൊട്ട് തന്നെ ചെയ്യാൻ പറ്റുമെങ്കിൽ, ഇപ്പോൾ എനിക്കറിയില്ല ടൈം സോണും കാര്യങ്ങളൊക്കെ നിങ്ങൾ ഏത് സമയത്താണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നതെന്ന്. അപ്പോൾ എന്നാണോ കാണുന്നത്, ഒന്നുകിൽ ആ ദിവസം തൊട്ടോ അല്ലെങ്കിൽ പിറ്റേ ദിവസം തൊട്ടോ ചെയ്യുക. അപ്പോൾ ഇത് കാണുന്നത് വഴി നിങ്ങൾ ചെയ്യുന്നത് വഴി ഒരുപാട് ബെനിഫിറ്റ്സ് നിങ്ങൾക്ക് ഉണ്ടാവും. നിങ്ങളുടെ ലൈഫ് ട്രാൻസ്ഫോം ആവും. നിങ്ങളുടെ ഡിവൈനുമായിട്ടുള്ള കണക്ഷൻ കൂടും. നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ സ്ട്രോങ് ആവും. നിങ്ങളുടെ സറണ്ടർ അബിലിറ്റി കൂടും. നിങ്ങളുടെ കുടുംബത്തിലെ ആ ഒരു സന്തോഷം കൂടും. നിങ്ങളുടെ ആരോഗ്യം വർദ്ധിക്കും. നിങ്ങളുടെ ഉള്ളിലുള്ള പോസിറ്റിവിറ്റി, നിങ്ങളുടെ മൈൻഡ് എല്ലാം വർദ്ധിക്കും. നിങ്ങളിത് ചെയ്യുക. എല്ലാവർക്കും ഇത് ചെയ്യാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. എല്ലാവർക്കും വേണ്ടി ഞാൻ ഈ വീഡിയോ ഡെഡിക്കേറ്റ് ചെയ്യുന്നു. നിങ്ങൾക്ക് ഇഷ്ടമുള്ളവരോട് ഈ വീഡിയോ ഷെയർ ചെയ്യുക. അവരും ഇത് ചെയ്യട്ടെ. താങ്ക് യു.